ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തിരഞ്ഞെടുത്ത കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ്. ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്, ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതി വേണമെന്ന അൻസിബയുടെ ആവശ്യം താരസംഘടനയായ അമ്മ പരിഗണിച്ചേക്കില്ല. പരാതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരിഗണിക്കും. അൻസിബയുടെ ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ലെന്നാണ് ഭൂരിഭാഗം ഭാരവാഹികളുടെയും അഭിപ്രായം. ഷിന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷിന, അൻസിബയെ കേൾക്കാൻ അമ്മ തയ്യാറായെങ്കിൽ പോലും അൻസിബ ഉന്നയിച്ച ഒരു പ്രത്യേക കമ്മിറ്റി വേണം, രമേശ് പിഷാരടി അടക്കം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരം ആവശ്യങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാട്, പക്ഷേ അൻസിബയെ കേൾക്കുക മാത്രം ചെയ്യാമെന്നുള്ളൊരു നിലപാടിലേക്കാണോ അമ്മ എത്തുന്നത്? ഇതിലും ഭേദം ഈ അമ്മയെന്ന് പറയുന്ന സംഘടന ഇതെന്നേക്കുമായി ബാൻ ചെയ്ത് വിട്ടൂടെ എന്നുള്ളതാണ്. ഇത്രയും അവരായത്തരം കാണിക്കുന്നത് ഈ ലാലേട്ടനും മമ്മൂക്കൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ സീനിയർ താരങ്ങൾ എവിടെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലൊരു പെൺകുട്ടി അമ്മയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു പരാതി പറയുമ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു പരാതി കേൾക്കാൻ വേണ്ടി നിഷ്പക്ഷമായ ഒരു സമിതി വേണം. അതായത് അൻസിബയുടെ പറഞ്ഞത് രമേശ് പിഷാരടി, മാലാ പാർവതി, അതുപോലെ വേറെ ഒരു വ്യക്തിയുണ്ട്. അതായത് 3 പേരടങ്ങുന്ന ധ്യാൻ ശ്രീനിവാസൻ, അത്തരത്തിൽ 3 പേരടങ്ങുന്ന ഒരു നിഷ്പക്ഷ സമിതിയുടെ മുന്നിലേ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ അതിന് അമ്മയുടെ ഭാരവാഹികൾ തയ്യാറല്ല എന്ന് അറിയിച്ചിരിക്കുന്നു. അൻസിബയുടെ വാദം അംഗീകരിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അൻസിബ ഈ ഒരു വിഷയം പോയി പരാതി പറയേണ്ട ആരെടുത്താ? ഇനി ശ്വേതാ മേനോന്റെ അടുത്തും ടിനി ചേട്ടൻ്റെ അടുത്തും വേറെ ആരാളുള്ളത്? ലക്ഷ്മിപ്രിയ ചേച്ചി. അതായത് അൻസിബയുടെ പരാതി കേട്ടതിന് ശേഷം ടിനി ചേട്ടനെതിരെയുള്ള പരാതി കേട്ടതിന് ശേഷം ആക്ഷൻ എടുക്കേണ്ടത് ടിനി ടോം. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ടിനി ടോം കടുത്ത ആക്ഷൻ തന്നെ. അതായത് ടിനി ടോം തന്നെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ടിനി ടോം ഈ ഒരു വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടുത്ത രീതിയിലുള്ള ആക്ഷൻ ടിനി ടോം അങ്ങ് എടുക്കുകയാണ്. ഇതുപോലൊരു സംഘടന ലോകത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഈ ഒരു വിഷയത്തിൽ ശാന്തി അണ്ണൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തിരഞ്ഞെടുത്ത കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ്. ഇവനൊക്കെയാണ് അൻസിബയെ വിമർശിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അവിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എൻ്റെ പക്ഷം. അല്ലെങ്കിൽ പറയുന്നവൻ മാന്യനായിരിക്കണം എങ്കിൽ പറഞ്ഞോട്ടെ. ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരു പെൺകുട്ടിയെ അവിഹിതകാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിൻ്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിനി ടോം, മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിനി ടോമിനെ വിളിച്ചത്. ഈ അടുത്ത കാലത്താണല്ലോ അത്. ടിനി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന് എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചോണ്ടിരിക്കും. ഇവിടെ ശാന്തി അണ്ണ എടുത്തു പറയുന്ന ഒരു കാര്യം, യാതൊരു നാണവും മാനവും ഇല്ലാത്ത ഒരാളാണ് ടിനി ടോം. അത് 100% ശരിയാണ്. അതായത് ടിനി ചേട്ടന്റെ മിമിക്രി ലോകത്താരും അവതരിപ്പിക്കാത്ത ഏതൊരു വ്യക്തിയുടെയും സൗണ്ട് സ്വന്തം ശൈലിയിൽ അവതരിപ്പിക്കുന്ന, അതായത് ടിനി ടോം ഇതുവരെ ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മിമിക്രിക്കാരനാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും മിമിക്രി ഷോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്റ്റേജ് ഷോകൾ ജപ്പാനിലടക്കം. ജപ്പാനിലെ ഒരു ഷോ ഒന്ന് നോക്ക്. ജപ്പാനിലടക്കം പോയി എമ്പുരാനെ അവതരിപ്പിച്ചിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ജപ്പാനിലെ ജനങ്ങളൊക്കെ ഇത്രയും കാശ് കൊടുത്ത് ഈ ചങ്ങായിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം? അവർ ഇത്രയും അധികം അതപ്പതിച്ചു. എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇത്രയും മോശമായ മിമിക്രി എന്നൊരു കലാരൂപത്തെ മാറ്റിയെടുക്കാൻ ഈ ടിനി ടോമിന് എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇത്രയും മോശമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ മിമിക്രി കലാകാരന്മാരിൽ മോശമായിട്ട് മിമിക്രി അവതരിപ്പിക്കുന്ന വേറൊരാളില്ല എന്ന് നിസ്സംശയം പറയാം. അത്തരത്തിലുള്ളൊരു ടിനി ടോം
ഈ രീതിയിൽ, അതായത് അമ്മയുടെ തലപ്പത്ത് വരിക. അമ്മയുടെ തലപ്പത്ത് വരാൻ ഏത് സിനിമയിലാണ് മെച്ചപ്പെട്ട അഭിനയം കാഴ്ചവെച്ചിട്ടുള്ളത്? ആകെയുള്ള ഒരു സിനിമ, 1-2 സിനിമ ഈ പ്രാഞ്ചിയേട്ടനിൽ ഈ മമ്മൂക്കയുടെ ഒരു ദയാദാക്ഷിണ്യം കൊണ്ട് കൊടുത്തതാണ്. അതായത് ഇത്രയും കാലം ഡ്യൂപ്പായിട്ട് നിന്നുകൊണ്ട് ഇദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, എങ്ങനെങ്കിലും എനിക്ക് വന്നൊരു സിനിമയിലൊന്ന് മുഖം കാണിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മമ്മൂക്ക വിചാരിച്ചുകൊണ്ട് കിട്ടിയൊരു സംഭവമാണ്. അതിനുശേഷം ഇന്ത്യൻ റുപ്പിയിലും അതും ആ ഒരു സിനിമയുടെ ആ ഒരു പ്ലോട്ട്, രഞ്ജിത്തിൻ്റെ സംവിധാനം മികവ്, അതൊക്കെ കൊണ്ട് അതിലെയും ക്യാരക്ടർ തെറ്റില്ലായിരുന്നു. പിന്നെ കുറച്ച് സിനിമകളിലൊക്കെ ഉണ്ട്, പക്ഷേ കാര്യപ്പെട്ട റോളുകളിലൊന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള യാതൊരു കാലിബറും ഇല്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ അഭിനയം കാണുമ്പോൾ തന്നെ വ്യക്തമാവും. മസിൽ പിടിച്ചിട്ട് എന്തൊക്കെ അപരാധങ്ങൾ കാണിച്ചു വെക്കുന്നുണ്ട്. പ്രിയാമണി ഇടയ്ക്ക് വെച്ച് ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്ന് നായികയായിട്ട് വിളിച്ചപ്പം പിന്മാറി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പൊട്ടിക്കറിയുന്നതൊക്കെ കണ്ടായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇനിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ ആ നടിയുടെ കരിയർ തീർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി ഇന്നലെ നമ്മൾ കേട്ട അൻസിബയുടെ ആ ഒരു പൊട്ടിക്കരച്ചിൽ, എന്തുമാത്രം ഇമോഷണലായിട്ടാണ് അൻസിബ സംസാരിക്കുന്നത്. ആലോചിച്ച് നോക്ക്, ഒരു പെൺകുട്ടി ഈ രീതിയിൽ ഇമോഷണലായി സംസാരിക്കണം. ബിഗ് ബോസിൽ വന്നപ്പോൾ അൻസിബയുടെ ഒരു യഥാർത്ഥ ക്യാരക്ടർ നമ്മൾ കണ്ടതാണ്. അനാവശ്യമായിട്ട് അവിടെ കരയാനോ പിടിക്കാനോ ഒന്നും പോയ സാധാരണ കരച്ചിൽ റാണിമാരെ പോലെ മറ്റു ചില താരങ്ങളെ പോലെ ഒന്നും അൻസിബ ചെയ്തിട്ടില്ല. വളരെ പക്വതാപരമായ, വളരെ ആലോചിച്ച് ഡിസിഷൻ എടുക്കുന്ന, അനാവശ്യമായിട്ട് കരയാതെ ഓവർ എക്സ്പ്രഷൻ ഒന്നും കാണിക്കാത്തൊരു പെൺകുട്ടിയാണ്. ആ ഒരു പെൺകുട്ടി ഈ രീതിയിൽ കരഞ്ഞു കണ്ടിട്ടും ഈ അപരാധികൾക്ക് കണ്ണ് തുറക്കും. ഈ അപരാധികൾക്ക് ഇവരുടെ കണ്ണ് തുറക്കുന്നില്ല എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട് ഈ രീതിയിൽ ചതി കാണിക്കുക. അതായത് ആ ഒരു പരാതി കേട്ട് അതിൽ നടപടിയെടുക്കുന്നത് ഈ അപരാധികളാണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു വോയിസ് ഒന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനക്കുറുപ്പ് ചേച്ചി വന്നു. നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന് വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വ്യക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പബ്ലിക്കലി വന്ന് പറയുന്നത്. പിന്നെ ടിനി ടോം ചേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വരില്ല എന്ന് ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നാണമുണ്ടെങ്കിൽ, നാണവും മാനവും ഉണ്ടെങ്കിൽ അമ്മയിലെ ഭാരവാഹികൾ രാജിവെക്കുക. ഒരുത്തം പോലും ഇനി ഒരുത്തിയും അവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല. പുതിയ ആൾക്കാർ കേട്ടോ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലാലേട്ടനും മമ്മൂക്കിയും വേറെയും താരങ്ങളുണ്ട്, പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾ. സ്പീക്ക് ഔട്ട്. എന്താണ് മിണ്ടായിരിക്കുന്നത്? ഒരക്ഷരം മിണ്ടാത്ത എന്താ? ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് എന്താണ് ഒരക്ഷരം മിണ്ടാത്തത്? ഉറപ്പായിട്ടും അവർ ഇത് പ്രതികരിക്കണം. ഈ ഒരു വിഷയത്തിൽ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ തീരുമാനമെടുക്കണം. യാതൊരു സുഹൃത്ത് ബന്ധത്തിനും ഇവിടെ വാല്യൂ ഇല്ല. അതായത് ഒരു പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്, അതിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ബാധ്യതയാണ്. അതിനൊരു സമിതിയെ തന്നെ വെക്കണം. ഈ പറയപ്പെടുന്ന, അതായത് അൻസിബ പറഞ്ഞ മൂന്ന് പേര് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരാണ്. പിഷാരടി ഏറ്റവും അധികം ടിനി ടോമുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ആ ഒരു വ്യക്തിയുടെ പേര് അൻസിബ പറയുമ്പോൾ അൻസിബ ഈ ഒരു വിഷയത്തിൽ നിഷ്പക്ഷമായി തീരുമാനം എടുക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് പറയുന്നത്. അൻസിബയോട് അടുപ്പമുള്ള, അൻസിബയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരല്ല പറഞ്ഞത്. അൻസിബ ജെന്യൂനായിട്ട് തോന്നുന്ന 3 പേരുടെ പേര് പറഞ്ഞപ്പോൾ അത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ രീതിയിൽ അപരാധത്തരം കാണിക്കുന്ന ആളുകൾക്ക് നാണമുണ്ടോ? നാണമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവുക. ഒരു സംഘടന എന്നേക്കുമായിട്ട് പിരിച്ചുവിടുന്നതാണ് ഏറ്റവും അഭികാമ്യം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് എഴുതിയിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.